സുഖമായിട്ടിരിക്കണോ? എന്ന് പറയുന്ന സാധനമൊന്നും വേണ്ട സുഹൃത്തുക്കളെ. ഇതാണ് ഹനാൻ ഷാ. ചിറാപുഞ്ചി മഴയത്ത് എന്ന് പറയുന്ന പാട്ടുമായിട്ട് നമ്മുടെ കേരളക്കാരിൽ വൈറലായിട്ടുള്ള ഒരു മനുഷ്യനാണ്. പലപ്പോഴും ഞാനൊക്കെ ആലോചിച്ചിട്ടുണ്ട് ഈ ഇത്തരത്തിലുള്ള കുറെ ആളുകളൊക്കെ എന്തുകൊണ്ടാണ് വൈറലാവുന്നത് എന്നൊക്കെ ഞാൻ പലപ്പോഴും ഭയങ്കര സംശയിച്ചിട്ടുണ്ട്. രണ്ടു തരം പാട്ടുകാരുള്ളത്. ഒന്ന് സ്റ്റേജില് ബാക്ക്ഗ്രൗണ്ട് സ്കോറോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ ഒരു തേങ്ങണ മൂടില്ലെങ്കിൽ, ഒരു ശ്രുതിയുടെ പെട്ടി പോലും ഇല്ലെങ്കിലും അത് വൃത്തിയായിട്ട് പാടുന്ന ആൾക്കാർ ഉണ്ട്. വേറൊരു പാട്ടുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു ഇതിന്റെ ഉള്ളിൽ മാത്രമേ പാടാൻ കഴിയുള്ളൂ. പാട്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്ന ആ ചെറിയ ബോക്സിനുള്ളിൽ മാത്രം പാട്ട് പാടുക, ആ ഒരു പാട്ട് റെക്കോർഡ് ചെയ്ത് സാധനം ഇറക്കുക, പിന്നെ ആ സാധനം ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുക, ഇവിടെ നിന്നൊരു ചുണ്ട് ഇങ്ങനെ അനക്കുക. ചിറാപുഞ്ചി മഴയത്ത് എന്ന് പറയുമ്പോൾ കേട്ട വലുതും കേൾക്കൂല. ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ പാട്ട് വെച്ചിട്ടില്ല, അതുകൊണ്ടാണ് കേൾക്കാത്തത്. ഇങ്ങനെ ലാപ്ടോപ്പിൽ പാട്ട് വെച്ചിട്ട് അതിനനുസരിച്ച് ചുണ്ടനക്കി പാടുന്ന പാട്ടുകാരുണ്ട്. അതല്ലാത്ത ആൾക്കാരുണ്ട് കേട്ടോ. നമ്മുടെ മലയാളത്തില് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും വേണ്ട. ഇവിടെ ഇപ്പൊ സംഭവിച്ച കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹനാൻ ഷാ ഗൾഫിലേക്ക് പോയി. പാട്ട് പാടാൻ വേണ്ടിയിട്ടാണ് പോയത് കേട്ടോ. സ്വാഭാവികമായിട്ടും ഒരു പാട്ടുകാരൻ പാട്ട് പാടാൻ വേണ്ടി പോകുമ്പോൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ആ പാട്ടുകാരന്റെ കയ്യിലുണ്ടാവും. ലാപ്ടോപ്പ് ഉണ്ടാവും, അതിൽ റെക്കോർഡ് ചെയ്ത് വെച്ച എല്ലാ നല്ല പാട്ടിന്റെയും നല്ല ഒരു സംഗതി ഉണ്ടായിരിക്കും. ആ ഒരു സംഭവം തന്നെ എങ്ങനെയാണ് മറ്റുള്ള സംഗതിയുമായിട്ട് പ്ലഗ് ഇൻ ചെയ്യേണ്ടത്, അതിന്റെ എല്ലാ വയറും കുന്തൊക്കെ മിക്കവാറും ഒട്ടുമിക്ക പാട്ടുകാരും സംഗീതജ്ഞരൊക്കെ കൈവച്ച് വെക്കും. കാരണം ഏതെങ്കിലും പ്രോഗ്രാമിൽ പോകുമ്പോൾ അവിടെ അത് പ്രൊവൈഡ് ചെയ്ത് കിട്ടിയിട്ടില്ലെങ്കിലോ എന്ന കൺഫ്യൂഷന്റെ ഭാഗമായിട്ട് ഇവരെല്ലാവരും വെക്കും. ഇവിടെ സംഭവിച്ചെന്താ വെച്ച് കഴിഞ്ഞാല് ഒന്നെങ്കിൽ ഇവന്റെ ലാപ്ടോപ്പ് എടുക്കാൻ മറന്നുപോയി, അല്ലെങ്കിൽ അത് കണക്ട് ചെയ്യാനുള്ള വയറൊന്നും അവിടെ കിട്ടിയില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ലൈവായിട്ട് പാടാൻ കഴിയില്ല എന്നർത്ഥം. താൻ ഉണ്ടാക്കിയ പാട്ട്, താൻ എത്ര കാലമായിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന പാട്ട് അവിടെയുള്ള നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു ലൈവായിട്ട് പെർഫോം ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലും ഇല്ലാതെയെങ്കിലും ഒന്ന് പെർഫോം ചെയ്യാൻ പോലും ഈ മനുഷ്യന് സാധിക്കുന്നില്ല എങ്കിൽ സത്യം പറയല, ഒരു പാട്ടുകാരെന്ന നിലയ്ക്ക് എന്റെ പ്രിയപ്പെട്ട ഹനാൻ ഷാ, താങ്കളൊരു വൻ പരാജയമാണ്. ആ നാട്ടുകാർക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാത്തിരുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലും ഇല്ലാതെ ഒന്ന് പാടി തീർക്കാനൊക്കെ ഒരു ശ്രമം നടത്തണം. ഉദാഹരണമായിട്ട് വേണമെങ്കിൽ ഞാൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ എന്ന് പറയുന്ന പാട്ടുകാരനൊന്ന് ചുമ്മാ പരിചയപ്പെടുത്താം. നമ്മുടെ ഒരുപക്ഷെ ശാസ്ത്രീയ സംഗീതം ഗംഭീരമായിട്ട് പഠിക്കാനൊന്നുമില്ല, എങ്കിലും അതിലൊക്കെ നല്ല ബാക്കിംഗ് ഉള്ള ഒരാളാണ്. അയാൾക്ക് ഒരു മ്യൂസിക്കും വേണ്ട, ശ്രുതി ബോക്സ് പോലും വേണ്ട. അതല്ലാതെയും പാട്ട് പാടിയിട്ട് അയാൾ മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. ഇങ്ങനെ ഒരുപാട് പാട്ടുകാരുണ്ടെന്ന്. എന്തായാലും ഇയാളുടെ എക്സ്പ്ലനേഷൻ കേൾക്കാം. ലാപ്ടോപ്പ് കുത്താനുള്ള പ്ലഗ് ഇൻ പറഞ്ഞ സംഭവം ഉണ്ട്. ട്രാക്ക് കേൾക്കണമെങ്കിൽ നമുക്ക് EP വേണം, മിനിമം സൗണ്ട് കുത്തുന്ന സാധനം വേണം. ആ സാധനം പാട്ടിടണ്ട, ഞാൻ പറയാം. അബദ്ധം പറ്റിപ്പോയതാ. അതിനിടയ്ക്ക് ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടിട്ട് പോയി, അതാരോ ഓണാക്കി പോയി. അതുണ്ടായത് അത് ഈ പാട്ട് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ വരുമ്പോ അതിനനുസരിച്ച് ഇങ്ങനെ പാട്ട് ഇങ്ങനെ പാടി ഇങ്ങനെ പോയാൽ മതി. അപ്പൊ അത് കൃത്യമായിട്ട് ഇവന് ഔട്ടൊന്നും കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് മൊത്തം കൊളാവുമെന്ന് എനിക്ക് ബോധ്യമായി. അവസാനം ആരെങ്കിലും കുറ്റം പറയണ്ടേ, ആ കുറ്റം പറയാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. നോക്കി നോക്കൂ. പാട്ടിട്ട് മറച്ചു വെച്ചിട്ട് കാര്യമില്ല, അല്ല അത് പാട്ട് ശബ്ദം കൂട്ടി മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഈ ലാപ്ടോപ്പിന്റെ പിന്ന് പോലും ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അത് ഇവരല്ല, ഈ ഇവന്റ് ടീമിന്റെ പ്രശ്നമാണ്. അപ്പൊ ഈ ഇവന്റിൽ ഞാൻ പാടാതെ പോകാനുള്ള ഒരേ ഒരു റീസൺ ആ ഇവന്റുകാരാണ്. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പാടാൻ താല്പര്യമുണ്ട്, ഒരുപാട് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ താല്പര്യമുണ്ട്. ഞാൻ അറ്റ്ലീസ്റ്റ് മിനിമം 2 hours അല്ലെങ്കിൽ 1 hour പെർഫോം ചെയ്ത് 1 hour നിങ്ങളെ കൂടെ സ്പെൻഡ് ചെയ്ത് പോവാന്നുള്ള ഡീലിലാണ് ഞാൻ ഇവിടെ എത്തുന്നത്. സോ അതുപോലും ചെയ്യാണ്ട് തിരിച്ചു പോകുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട്. സോ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഫാമിലീസിനോടും ഉമ്മമാര് കുട്ടികളും എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. ഇത് എന്റെ തെറ്റല്ല, നിങ്ങളെ മുൻനിർത്തി ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. ഇവർ ഇങ്ങനത്തെ ഒരു പണി ഇവിടെ ചെയ്തു വെച്ചത് ഞാൻ അറിഞ്ഞില്ല, ക്ഷമിക്കണം. നിങ്ങൾ നിങ്ങളുടെ ഇന്നത്തെ ജോബ് കാര്യങ്ങള് പണിയടക്കം മാറ്റി വെച്ച് പണിത്തിരക്കിന്റെ ഇടയിൽ വന്നവരാണ്, കേൾക്കാൻ ആഗ്രഹിച്ചവരാണ്, എല്ലാം എനിക്കറിയാം. വേണമെന്ന് ഞാൻ പറയാം, ഞാൻ നിസ്സഹായനാണ്. മനസ്സിലല്ലേ? ആ നിസ്സഹായത എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. അതായത് ഫാൻസുകാരൊക്കെ മൂഞ്ചി നടത്തും. ആരാടാ അവിടെ ഇവന്റ് ചെയ്തത്? ഇജാതി പ്രൊമോഷൻ കൊടുത്ത്
ഇങ്ങനെയുള്ള ഡീലുമായി കൈക്കോർക്കുമ്പോൾ നിങ്ങൾ വിളിക്കുന്ന ടീമിൽ നിയമസഹായങ്ങൾ ഒരുക്കി ഇവന്റ് എല്ലാം നടത്താനുള്ള പവറുണ്ടോ ചെക്ക് ചെയ്യുക. പ്രായം ചെന്ന സ്ത്രീകൾ, ചെറിയ കുട്ടികൾ, ഗർഭിണികളെ ആയിരങ്ങളാണ് 6 മണിക്കൂറോളം നിങ്ങളെ പാട്ടിന് വേണ്ടി കാത്തിരുന്നത്. ഹനാൻ ഷാ, നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഗൾഫിൽ ഒരാൾ എഴുതി വെച്ചാണ് വിട കാണിച്ച നല്ല മനസ്സ്, ടീം മാനേജ്മെന്റ് മലയാളികൾ നൈസായി ശരിക്കും പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞു. എന്തോന്ന് ടീം മാനേജ്മെന്റ്? എനിക്ക് മനസ്സിലാകുന്നത് ഗൈസ്, നിങ്ങൾ ഇത് കണ്ട് വിശ്വസിച്ച് മണ്ടന്മാരാവരുത്. ഇപ്പം ഈ വീഡിയോ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വന്നപ്പോൾ നാണം കിട്ടു, കള്ളി പോരാത്തവും കണ്ടപ്പോൾ സോങ് ഇടേണ്ട ഓഫ് ആക്ക് എന്ന് പറഞ്ഞ് ഊരുന്ന് കണ്ടില്ല. അതായത് സ്വന്തമായി പാടാനുള്ള കഴിവില്ലാതെ ആൾറെഡി ഓട്ടോ ട്യൂൺ കയറ്റിയ സോങ് ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ട് അതിന് അഭിനയിക്കാൻ പ്രോപ്പറായി പറ്റാതെ വന്നപ്പോൾ പാടാതെ അത് അവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുക ചെയ്തതെന്ന് അർത്ഥം. സുഹൃത്തുക്കളെ, ഇതാണ് ഇപ്പൊ സ്വാഭാവികമായിട്ടും ഒട്ടുമിക്ക പ്രോഗ്രാം നടക്കുന്നത്. നമ്മൾ പാട്ട് കേൾക്കാനൊക്കെ വേണ്ടി പോകുന്ന ഒട്ടുമിക്ക പ്രോഗ്രാം നടക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ ഇവന്മാർ ഇപ്പൊ ചെയ്ത ഒറിജിനൽ ട്രാക്ക് കണ്ട് പ്ലേ ചെയ്യും. ആ ഒറിജിനൽ ട്രാക്കിന് സ്റ്റേജിൽ നിന്നിട്ട് ലൈവായിട്ട് ഇങ്ങനെ ചുണ്ടുകൊണ്ട് ആക്ഷൻ കാണിക്കും. ഇതാണ് നടക്കുന്നത്. അത് നടക്കുന്നത് മോശമാണെന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ, അവൻ തന്നെ പാടിയ പാട്ടാണ് ബാക്ക്ഗ്രൗണ്ടിലുള്ളത്. എനിക്ക് മനസ്സിലാത്തത്, ഇവൻ പാടിയ പാട്ട് ഇവൻ ചുണ്ടനക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഇവന്റെ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ഇവന്റെ അല്ല, ഇവന്മാരടക്കമുള്ള ഇങ്ങനത്തെ പാട്ടുകാരുടെ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ കേൾക്കാൻ പോകേണ്ട വല്ല ആവശ്യമുണ്ടാ? എന്തിനാണ് നമ്മൾ സ്റ്റേജ് പ്രോഗ്രാം കാണാൻ പോകുന്നത്? നോക്കൂ, ഹരീഷ് ശിവരാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പാട്ടുകാരുണ്ട്. ഞാൻ ഉദാഹരണം തന്നെ പറഞ്ഞുതരാം. ഹരീഷ് ശിവരാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പാട്ടുകാരുണ്ട്. ആ ചെങ്ങാതിരെ പാട്ടുകള് ഞാൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കേൾക്കാൻ പോകും. കാരണം അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന്റെ സ്വന്തം പാട്ടുകളല്ല, അദ്ദേഹത്തിന് ഉണ്ടാക്കിയ സ്വന്തം പാട്ടുകളുണ്ട്. എന്നാല് അയാൾ ഒരിക്കലും ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് വെച്ച് പാടുന്ന ആളല്ല. ഹരീഷ് ശിവരാമ കൃഷ്ണൻ ഇയാളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റേജിൽ പാടുമ്പോഴും എന്തെങ്കിലും ഒരു ഇംപ്രവൈസേഷൻ ഉണ്ടാവും. അങ്ങനെ ചെയ്യാൻ കഴിയുന്നത് നല്ല പാട്ടുകാർക്ക് മാത്രമാണ്. അപ്പൊ ഒരു സ്റ്റേജ് പ്രോഗ്രാം നമ്മളൊക്കെ കാണാൻ പോകുന്നത് അയാൾ പാടിയ പാട്ട് തന്നെ പാടുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പുത്തൻ ഇംപ്രവൈസേഷൻ ആ ഒരു പാട്ടിൽ ഉണ്ടാകുമെന്നുള്ളൊരു ധാരണ പുറത്താണ്. ഇതൊന്നല്ലെന്നേ, ഉണ്ടാക്കി വെച്ച പാട്ട്, ഒരു പെട്ടിക്കൂടിന്റെ ഉള്ളിൽ വെച്ച് റെക്കോർഡ് ചെയ്തൊരു പാട്ട് അതേപോലെ ബാക്ക്ഗ്രൗണ്ട് പ്ലേ ചെയ്യുക. അതിന് വെച്ചിട്ട് പിന്നെ ചെറുപുഞ്ചിമഴയത്ത് എന്നിട്ട് ഇങ്ങനെ നടക്കുക. ഇനി ഹരീഷ് ശിവരാമകൃഷ്ണൻ കാണിച്ചു തന്നില്ല എന്ന് വേണ്ട. നോക്കൂ, കേക്ക്. സീറോ പ്രൊജക്ഷനിൽ പാടാൻ പറ്റുന്നൊക്കെ ഭയങ്കര ലക്ക. പള്ളി ഉണരുമ്പോൾ പഞ്ചമി പൊളി പൊളി. വള്ളുവനാട്ടിലെ സുന്ദരി കേക്ക് മക്കളെ, അടിപൊളി അടിപൊളി. വള്ളുവനാട്ടിലെ സുന്ദരി പെണ്ണിന് കേടില്ലേ? ഇതാണ് ഇംപ്രവൈസേഷൻ. ഇങ്ങനെ പാടാൻ കഴിയുന്നത് നല്ല പാട്ടുകാർക്ക് മാത്രമാണ്. ഇതുമായിട്ട് നല്ല ബന്ധമുള്ള ആൾക്കാർക്കാ. അങ്ങനെ പാട്ട് നല്ലതുപോലെ പഠിച്ച ഉള്ളിൽ അങ്ങനെ നല്ല സംഗീതമുള്ള ആളുകൾക്കാണ് നാട്ടുകാരെ പറ്റിക്കാതെ ജീവിക്കാൻ സാധിക്കുക. അല്ലാത്തവന്മാർക്കെല്ലാം ഈ ഒരു പെട്ടിക്കൂടിൽ വെച്ചിട്ട് റെക്കോർഡ് ചെയ്ത പാട്ടുകൾ വെച്ച് ലാപ്ടോപ്പ് ഓൺ ചെയ്ത് അതിന് വെച്ച് അഭിനയിക്കലാണ്. ആ അഭിനയിക്കൽ അവിടെ പരാജയപ്പെട്ടു എന്നാണ് ആ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ചില ആളുകളൊക്കെ, കാണാൻ പോയ ചില ആളുകളൊക്കെ അതിനെ താഴ്ത്ത് എഴുതിയിരിക്കുന്നത്. ആ പരാജയമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പാട്ടുകാരൊക്കെ നമ്മളെ മൂഞ്ചിക്കുകയാണ്. ഇങ്ങനെ മൂഞ്ചിക്കാത്ത പാട്ടുകാരൊക്കെ ഉണ്ട്. ഹരീഷ് ശിവരാമ, എന്റെ പൊന്നു നാട്ട് ഗൾഫുകാരെ, ഇദ്ദേഹത്തൊക്കെ വിളിച്ചോണ്ട് പോ. ഇമാതിരി പാട്ടുകാരൊക്കെ നിങ്ങൾ വിളിച്ചോണ്ട് പോ. അത് ഗംഭീരമായിട്ടുള്ള ഇംപ്രവൈസേഷൻസ് നമ്മളെ കൊണ്ട് പാടിപ്പിക്കുവന്മാര്. നോക്കൂ, ഇയാളുടെ ഇതിൽ പാട്ടിന്റെ പുറകിൽ എന്ത് മ്യൂസിക് ഉള്ളത്. ആ ഒരു ഓർഗൻ ഉണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കൊടുത്ത് കളിക്കുന്നുണ്ട്. അല്ലാതെ എന്താ ഉള്ളത്? അല്ല, എന്താ ഉള്ളത്? ആ ഒരു പോണ പോക്ക് കണ്ടില്ലേ? ഇമാതിരി സാധനം നമുക്ക് ഒറിജിനൽ കേൾക്കാൻ കഴിയില്ല. ഒറിജിനൽ ഇല്ല. അത് ഇദ്ദേഹം ഇംപ്രവൈസ് ചെയ്തതാണെന്നേ.
ഇങ്ങനെയൊക്കെ പാടാനുള്ള താക്കത്ത് വേണം, അറിവ് വേണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് മൂഞ്ചും. അതുണ്ടാവുള്ളൂ. എന്താ ഞാൻ അത് അവസാനിപ്പിച്ചു. ബൈ.